തിരുവനന്തപുരത്ത് പോത്തങ്കോട് ലൊക്കേഷനിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് 5.2 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു പുതിയ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മൊത്തത്തിൽ ചുറ്റുമതിലും കൂടാതെ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിൻ്റെ ഉള്ള കാഴ്ചയിലേക്ക് വരാം. ഇവിടെ ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ഗേറ്റും അതുകൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റാണ്. ഈ ഭാഗത്തേക്ക് മൊത്തത്തിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കാർ പാർക്ക് ചെയ്യാം. അതിൻ്റെ പുറകിലായിട്ട് കിണറുണ്ട്. അതിൻ്റെ പുറകിലോട്ട് സ്പേസ് ഉണ്ട്. അതുകൂടെ ഇങ്ങോട്ടേക്ക് 2 കാർ പാർക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടലി 3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തു തരുന്നതാണ്. അതിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്, ഉടനെ ചെയ്യുന്നതാണ്. ഇവിടെ സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിലും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് ഒരു മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ജനറൽ 2 സ്പ്ലിറ്റ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് കഥകും കട്ടലെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. നമ്മൾ നേരെ ഒരു ഫോയറിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ലിവിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷെൽഫ് കാണാം. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ ഫോയർ എന്നുള്ള കിച്ചണിലേക്ക് ഒരു ഫോയറിൽ വന്നിട്ടാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ടാപ്പും കാണാം. അതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ക്ലാഡിങ് അതായത് ഒരു WPC ആണ്. അതിനകത്ത് ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇൻവെർട്ടർ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 3 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആർച്ചേ കൊടുത്തിരിക്കുകയാണ്. ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ നോക്കുവാണെങ്കിൽ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന അലൂമിനിയം സ്ട്രക്ചറിലാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അലൂമിനിയം സ്ട്രക്ചർ തന്നെയാണ്. താഴെയായിട്ടും കാണാം സ്റ്റോറേജ് സ്പേസുകൾ. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷന് കൊടുത്തുകൊണ്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്ലേറ്റ്സ് വയ്ക്കുള്ള ട്രേ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള വാട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കളയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ബേസിന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഹുഡ് ഫേബർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ ഇനി കുറച്ച് വർക്കുള്ള സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പ് വെച്ചിരിക്കുന്നത്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അടിയിലും സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഒരു ബേസ് ക്യാബിനറ്റ് ചെയ്യാൻ പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒന്ന് ഈ ഭാഗത്ത്, ഒന്ന് ഇവിടെ ആയിട്ടും. ഈ ഒരു ഫോയറിലായിട്ട് 3 പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. AC വെക്കാൻ വേണ്ടി പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും വലിയ വാഷ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസന്റെ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് ആണ്. കൂടാതെ ജാഗ്വാറിൻ്റെ ആണ്. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ജാഗ്വാർ തന്നെയാണ്. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ടാമത്തെ റൂമിലേക്കുള്ള ഫോയറിലായിട്ട് DB വരുന്നത്. ഇവിടെ എല്ലാം V-ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും 12x10 സൈസുള്ള റൂമാണ്. നേരത്തെ കണ്ട റൂം 12x12 സൈസായിരുന്നു. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസണും കൂടാതെ ജാഗ്വാർ എന്ന ബ്രാൻഡുമാണ്. ഡൈവർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈവർട്ടർ എല്ലാം ജാഗ്വാർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി 2 ബെഡ്റൂമുകൾ വരുന്ന മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്പോൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഫോയറിലായിട്ടും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിലായിട്ടും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് തരുന്നതാണ്. ഇവിടെ ടഫൻ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ അപ്പർ ലോഞ്ച് ഏരിയ. നല്ല സ്പേസുള്ള വലിയ അപ്പർ ലോഞ്ചാണ്. ഇവിടെ TV കൊണ്ട് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു ബാൽക്കണി നോക്കുകയാണെങ്കിലും നല്ല സ്പേസുള്ള ബാൽക്കണി തന്നെയാണ്. ഒരു എയർ വെന്റിലേഷന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിങ് കണ്ടോ, ഈ ഭാഗത്തായിട്ട് നല്ല എയർ വെന്റിലേഷൻ കിട്ടുന്നതാണ്. ഇത് വേണ്ടെങ്കിൽ അവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് തരുന്നതാണ്. ഇവിടെ ആയിട്ടും ഫുള്ള് ഗ്ലാസ് പാർട്ടീഷൻ വരും. ഈ ഒരു ബാൽക്കണി കറങ്ങി ഇതുവഴി അകത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസിൽ വെർട്ടിഫൈഡിലാണ്. 12 സൈസുള്ള റൂം തന്നെയാണ്. താഴെ ഇതേ സൈസുള്ള റൂം തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല വലിയ വാഷ്റൂം തന്നെയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന ജാഗോർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ഫോയർ. ഇവിടെയും DB കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന V-ഗാർഡ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ് 12-10 സൈസ് വരുന്ന റൂമാണ്. 10 അല്പമുണ്ട്, 10.25 സൈസിന് വരുന്ന റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിങ്സ് ജാഗ്വാറും ജോൺസണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ വാഷ്റൂം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി കൂടാതെ തന്നെ ചെറിയൊരു ഓപ്പൺ ടെറസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസ് കാണിച്ചു തരാം. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്, അക്ഷയ കെട്ടാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ ടോട്ടലി 5.2 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനാണ്. നല്ല രീതിയിൽ പ്രൈസ് ഹൈക്കാവുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.